ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ. ഇന്നൊരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ്, എല്ലാവർക്കും 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ കുറഞ്ഞ സമയം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ചിക്കനാണ്. 1 കിലോയിൽ താഴെയാണ് ഞാൻ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങ നീര് അതൊരു ടീസ്പൂണോളം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. പിന്നെ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് നെയ്യും 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഇട്ടിട്ട് കാഷ്യൂനട്ടും കുറച്ച് ഉള്ളിയും കൂടെ ഒരു സവാള എടുത്തിട്ട് നമുക്ക് വറുത്ത് വെക്കണം. വറുത്ത് കോരി അത് മാറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സവാള എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. എനിക്കാണെങ്കിൽ ഉള്ളി അരിയുന്നത് ഇഷ്ടമേ അല്ല. കുറച്ച് ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡാണ് എനിക്ക് അരിഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം വഴറ്റണം എന്ന് ആവശ്യമില്ല, കാരണം കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ പുറമെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാനൊരു 5-6 എണ്ണം ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉള്ളിയിലോട്ടിടാം. എന്നിട്ട് പിന്നെ തക്കാളിയും കൂടി ഇടാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം വേവിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. ചിക്കൻ ഇട്ടിട്ടും നല്ലോണം മിക്സ് ചെയ്യണം. ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ച് ആവണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടി ഇടണം. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ആകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇടുക. ഒരു പിടിയോളം മതി. മല്ലിയില കൂടുതലും പുതിനയില കുറവുമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ വറുത്ത് കോരി വെച്ച കാഷ്യൂനട്ടും ഒനിയനും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പിന്നെ അരി വേവിക്കാൻ വേണ്ട വെള്ളം നമ്മൾ ചൂടോടെയാണ് ഉണ്ടാക്കുക. തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കുക. അപ്പം 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷമാണ് ഈ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട്. കളറൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത്.